ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മളെ ലിപ്പിന്റെ കളർ എങ്ങനെ നിലനിർത്താൻ പറ്റുന്നുള്ളതാണ്. അതുപോലെ ഇപ്പോഴത്തെ കാലത്ത് ഒരു പ്രശ്നമാണ് നല്ല രീതിയിലൊരു ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഒരു പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്പിലേക്ക് മാറി വരിക എന്നുള്ളത്. അപ്പോൾ നമ്മളത് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു ലിപ്സ്റ്റിക് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതേപോലെ നമുക്ക് നല്ല രീതിയിൽ പിഗ്മെന്റഡ് ആയിട്ട് കറുപ്പ് നിറം മാറി വരുന്നൊരു രീതിയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ലിപ്പിന്റെ ആ ഒരു പിങ്ക് കളർ നമ്മൾ നാച്ചുറൽ ആയിട്ട് നമ്മൾ ആ ഒരു പിങ്ക് കളർ പിഗ്മെന്റഡ് അല്ലാത്ത നമ്മൾ ആ ഒരു പിങ്ക് കളർ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളിലൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ നമ്മൾ ചലക്കുന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഞാൻ പറഞ്ഞ എൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ ഫസ്റ്റിലേക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ ഒരു അമ്മമാരോ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സിസ്റ്റേഴ്സ് ഉണ്ട്, കസിൻസ് ഉണ്ട്, ചെറിയ മക്കളൊക്കെ ആണുള്ളതെങ്കിൽ നിങ്ങൾ അവർക്ക് കൂടുതലായിട്ട് ലിപ്സ്റ്റിക് ഇപ്പോഴേ ഉപയോഗിച്ചിട്ട് തുടങ്ങരുത്. ഇപ്പോൾ എൻ്റെ അനിയത്തിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കിരിക്കില്ല, അവർ ജസ്റ്റ് മിററിന് മുന്നിൽ പോവുക, എടുത്ത് അപ്ലൈ ചെയ്യുക, അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെയാണ്. ചിലപ്പോൾ എന്തെങ്കിലും പ്രസന്റേഷൻ, ഡാൻസ് പ്രോഗ്രാം അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ഈ ഒരു ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ലിപ് കളറൊക്കെ യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൂടുതലും അത് കുറയ്ക്കാൻ നോക്കുക. അല്ലെങ്കിൽ വാസ്ലിൻ അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ ലിപ്സ്റ്റിക് ഇടുക, അല്ലെങ്കിൽ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട്. കൂടുതലും കുട്ടികൾക്ക് കൊടുക്കേണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു ടൈം മുതൽ ഇവർക്ക് ആ പിഗ്മെന്റേഷൻ സ്റ്റാർട്ട് ആയിട്ട് വരികയാണ്. അതുപോലെ നമ്മൾ ലിപ്സ്റ്റിക് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ടിൻഡഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്, അതായത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പിഗ്മെന്റേഷൻ ഉണ്ട് അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ വന്ന് തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ടിൻഡഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് ലിപ് ബാം കിട്ടും, ഈ ഒരു കളർ ഷെയ്ഡിനോട് പറ്റിയ ലിപ് ബാമിനെ കിട്ടും. അത് വാങ്ങി യൂസ് ചെയ്താലും ഏകദേശം ലിപ്സ്റ്റിക് ഇട്ട പോലെ തന്നെ. പക്ഷെ നമ്മൾ ഇതേപോലെ ഭയങ്കര പിഗ്മെന്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. അതേപോലെ എന്തെങ്കിലും ഒക്കേഷണൽ ആയിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക. ചെറിയ കാര്യം നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് നോർമൽ ആയിട്ട് നമ്മൾ ലിപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ ഫ്രീ ആയിട്ട് വിടാൻ നോക്കുക. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ആ ഒരു പിഗ്മെന്റേഷൻ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന കാര്യമാണ്. അതേപോലെ നല്ല രീതിയിൽ വെയിൽ കൊള്ളുന്ന ആളുകളാണ്, നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് നല്ല വെയിൽ കൊള്ളുന്ന ആളുകളാണെങ്കിൽ നമ്മൾ വെയിൽ കൊള്ളുമ്പം കുട എടുക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ചില ആളുകൾ സൺഗ്ലാസ് വെക്കും. ഒക്കെ നമ്മുടെ കണ്ണിന്റെ പ്രൊട്ടക്ഷൻ ആണ്. വെയിൽ നിന്ന് വെയിൽ കൊള്ളാടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കും. നമ്മൾ കൂടുതലും ലിപ്പിലേക്ക് നമ്മൾ ഈ ഒരു വെയിലടിക്കും. നമുക്ക് ഒന്നാമത് നമ്മുടെ സ്കിന്നിൽ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് പിഗ്മെന്റേഷൻ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയും കൂടിയാണ് ഈ ഒരു ലിപ്പ്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് സൺലൈറ്റ് ഒക്കെ അടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ കൂടുതലും മാസ്ക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കുടയൊക്കെ കുറച്ച് മറിച്ചൊക്കെ ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണിത്. അപ്പം ആ രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ഓവർ ചൂടും അതുപോലെ തന്നെ ഓവർ തണുപ്പുള്ള കാര്യങ്ങൾ കുടിക്കുന്ന ആളുകൾ, ഇപ്പോൾ നമ്മൾ ജ്യൂസ് ഷേക്ക് കുടിക്കില്ല, ഇപ്പോൾ ഈ സ്ട്രോൾ എന്നെ കൊണ്ട് വലിയ പ്രശ്നമില്ല. അല്ലാതെ നമ്മൾ കുടിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ലിപ്പിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചെറുതായിട്ട് ഈ ഒരു പിഗ്മെന്റേഷൻ വരുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ ചോക്ലേറ്റ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ പിഗ്മെന്റേഷൻ വരുന്നതിൻ്റെ ഒരു ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഡ്രൈ ആയിട്ടുള്ള ഒരു ഭയങ്കര ഡ്രൈ ആയിട്ട് നിങ്ങൾ ലിപ്പ് ഒരിക്കലും നമ്മളിങ്ങനെ നാവിനെ കൊണ്ട് ഇങ്ങനെ ആക്കൂലേ, അങ്ങനെ രീതിയിൽ നിങ്ങൾ ഒരിക്കലും അത് വെറ്റാക്കി മാറ്റരുത്. അതിന് പകരം നിങ്ങൾ വെള്ളം കുടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുക. പിന്നെ നമ്മൾ ഈ ഒരു ബൈറ്റ് ചെയ്യുന്ന പരിപാടി, നമ്മളിങ്ങനെ ചുണ്ട് കടിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ലിപ്പിനെ കൊണ്ട് തന്നെ ഒരു ഡ്രൈനെസ് മാറ്റിയെടുക്കുക, അങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു പിഗ്മെന്റേഷൻ വരും. അതുപോലെ തന്നെ നിങ്ങൾ പല്ലിന്റെ ക്ലിപ്പ് ഇടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഈ ക്ലിപ്പ് ഇടുന്ന ഈ ഒരു ഏരിയയിൽ ഇതേപോലെ കുഞ്ഞി അതായത് അടുപ്പിച്ച ലൈൻ, മൊത്തം ലൈനല്ല, അവിടെ അങ്ങനെ തട്ടി ചെറിയൊരു പിഗ്മെന്റേഷൻ ചുറ്റുപാട് ഇങ്ങനെ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ അത് ഡോക്ടറോട് നമ്മളിപ്പോൾ ക്ലിപ്പ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് പറഞ്ഞിട്ട് അവർ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞത് അതേപോലെ ചെയ്യാം. അല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കറക്റ്റ് കെയർ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങളൊരു ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, ക്ലൈമറ്റ് ഭയങ്കര ഡ്രൈ ആണ്, ലിപ്പ് ഭയങ്കരമായിട്ട് പീൽ ചെയ്തിട്ട് വരികയാണെങ്കിൽ നല്ല രീതിയിൽ വെള്ളം കുടിച്ചു കൊടുക്കുക. അത് മെയിൻ ആയിട്ടുള്ളൊരു ഘടകമാണ്. ഒരിക്കലും ലിപ്പ് ഡ്രൈ ആക്കി നിൽക്കരുത്. ഡ്രൈ ആക്കി നിൽക്കുമ്പോൾ കൂടുതലായിട്ട് ഈ ഒരു പിഗ്മെന്റേഷൻ വന്നു തുടങ്ങും. ഇനി നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് നമുക്കിത് കുറച്ചെടുക്കാൻ കഴിയും. കുറച്ചെടുക്കുമ്പോൾ നമ്മളത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകുന്നതിൽ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ചെറിയ കാര്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടിൻഡഡ് ആയിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യാൻ നോക്കുക. അപ്പം അത് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പിഗ്മെന്റേഷൻ കുറഞ്ഞു വരും. അതുപോലെ തന്നെ ഓവർ മേക്കപ്പ് ചെയ്യുന്ന രീതി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കുറച്ച് കൊണ്ടുവരാം. പിന്നെ ഒക്കേഷണലി ഇതേപോലെ നമ്മൾ പറഞ്ഞ പോലെ ഒക്കേഷണലി ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ നോക്കുക. അല്ലാതെ എപ്പോഴും ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ടേ നടക്കാൻ പറ്റുന്നുള്ള രീതിയാണെങ്കിൽ നമ്മളത് എന്തായാലും കുറച്ച് കൊണ്ടുവരും. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ആ ലിപ്പിന്റെ നാച്ചുറൽ കളർ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അത് ഫ്രീ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതേപോലെ ലിപ്പിന്റെ ആ ഒരു കളർ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയും. അതുപോലെ നമ്മളെ ക്ലൈമറ്റ് ചേഞ്ച് വരും, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു ടൈം ആണെങ്കിൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. അതുപോലെ ഫ്രൂട്ട്സ് കഴിക്കുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾ വേറെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന കണ്ടിട്ട് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് സ്വിച്ച് ചെയ്ത് കളിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒന്ന് ഉപയോഗിച്ച് പിന്നെ അവർക്ക് ചിലപ്പോൾ അത് ഓക്കെ ആയിരിക്കും. പിന്നെ അത് അവർ ഒരാഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴേക്കും അവർ പുതിയ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് പുതിയതിലേക്ക് കയറും. പിന്നെ നമ്മൾ വേറെ ആളെ കണ്ടിട്ട് വേറെ ഒന്നിലേക്ക് കയറും. അപ്പം നമ്മളിങ്ങനെ ഈ സ്വിച്ച് ചെയ്ത് കളിക്കും.
വയ്ക്കുമ്പോൾ നമുക്ക് ഇതേപോലെ നമ്മളെ ലിപ്പിന് അത് പറ്റണമെന്നില്ല, അവർക്ക് ഓക്കെ ആയിരിക്കും അത്. അപ്പോൾ നമ്മളെ ലിപ്പിന് പറ്റുന്ന നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു ലിപ് ബാമും വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യുക ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വാസ്ലിൻ പെട്രോളിയം ജെല്ലില്ലേ അത് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുക. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് ഏതാണോ കളർ വേണ്ടത് വെച്ചാൽ ആ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾ ഈ ഒരു ഐസ്ക്രീം അതുപോലെ തന്നെ ചോക്ലേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ കൂടുതൽ കളർ ടൈപ്പുള്ള പ്രൊഡക്റ്റ് ഒക്കെ, അതായത് കളർ ടൈപ്പുള്ള ഫുഡ് ഐറ്റംസ് കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലിപ്പിനെ എഫക്ട് ചെയ്യുന്ന രീതിയും കൂടെ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങുമ്പോൾ ബ്രാൻഡഡ് ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ നോക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ഒരു പിഗ്മെന്റേഷന്റെ പ്രശ്നം, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഒരു തരി പോലെ വരും. നമുക്ക് ലിപ്പിൽ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു ചെറിയ നമ്മളൊരു പുണ്ണൊക്കെ വരില്ല, പുണ്ണൊക്കെ വരുന്ന പോലെ തരി പോലെ വരും. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ ആ ലിപ്സ്റ്റിക്ക് ഒഴിവാക്കുക. ബ്രാൻഡഡ് ലിപ്സ്റ്റിക്ക് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു നമ്മുടെ ലിപ്പിൽ വരുന്ന മാറ്റം അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ നിങ്ങൾ ലിപ്സ്റ്റിക്ക് വാങ്ങുമ്പോൾ അതിന്റെ കണ്ടൻസ് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം അതിന്റെ ആ ഒരു ലിപ്സ്റ്റിക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ ഏതെങ്കിലുമൊക്കെ മതി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് നമ്മളെ ലിപ്പിനെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മളെ ലിപ്സ്റ്റിക്ക് വാങ്ങുമ്പോൾ അതിലെ കണ്ടൻസ് നോക്കിയിട്ട് വേണം ലിപ്സ്റ്റിക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾ. അതായത് നിങ്ങളെ ലിപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ പിഗ്മെന്റഡ് ആണ്, നല്ല ബ്ലാക്ക് കളറിലേക്ക് മാറിയിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ നമ്മൾ റോസ് പൂ ഉണ്ടാവില്ല, നമ്മളെ വീട്ടിൽ തന്നെയുള്ള റോസ് പൂ ആണെങ്കിൽ അത് എടുക്കാൻ നോക്കുക. കീടനാശിനി അടിച്ചൊന്നും എടുക്കണ്ട. നിങ്ങൾ റോസ് പൂ നമ്മളെ വീട്ടിൽ തന്നെയാണെങ്കിൽ വാഷ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. അതേപോലെ തന്നെ അതിൻ്റെ ഇതളെടുത്തിട്ട് എടുത്തിട്ട് നല്ലോണം പൊടിച്ചെടുക്കുക. പൊടിച്ചാൽ ഡ്രൈ ആക്കി എടുക്കണം എന്നല്ല പറയുന്നത്, ഉണക്കി പൊടിക്കാനല്ല പറയുന്നത്. നമ്മൾ കൈനെ കൊണ്ട് അങ്ങനെ അമർത്തി ഞെരുക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് എന്ന് വെച്ചാൽ ഒരു തുള്ളി ഗ്ലിസറിൻ ആഡ് ചെയ്യുക. അതായത് കുറച്ച് നമ്മളൊരു ഫില്ലർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊരു ഡ്രോപ്സ് വിടില്ല ആ ലെവലിൽ കുറച്ച് ഗ്ലിസറിൻ ആഡ് ചെയ്യുക. അതിലേക്ക് നല്ല പിഗ്മെന്റേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചാൽ ഒരൊറ്റ തുള്ളി ചെറുനാരങ്ങന്റെ നീരും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നൈറ്റ് നിങ്ങളെ ലിപ്പിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ രാവിലെ ആകുമ്പോഴേക്ക് അത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അത് നൈറ്റ് ചെയ്യാനാണ്. നമ്മൾ ഡേ ടൈമിൽ അങ്ങനെ പറയില്ല, നൈറ്റ് നിങ്ങൾ കൂടുതൽ ചെയ്യുക. ഈ രീതിയിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു ടൈമിലെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പിഗ്മെന്റേഷൻ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് മാറ്റണം, പെട്ടെന്ന് മാറ്റണം, അല്ലെങ്കിൽ ലിപ്പിന്റെ കളർ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യണം, അങ്ങനെയൊക്കെ ആണ്ട ആളുകളാണെങ്കിൽ ട്രീറ്റ്മെന്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ലിപ് മൈക്രോ പിഗ്മെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് തന്നെ വരുന്നുണ്ട്. അത് നമ്മൾ എന്താ വെച്ചാൽ നമ്മളെ കളർ കുറച്ചും കൂടി ലിപ്പിന്റെ കളർ എൻഹാൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ആ പിഗ്മെന്റഡ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ അത് അവർ ഒഴിവാക്കിയിട്ട് അവിടെ കളർ ഫിൽ ചെയ്ത്, അതായത് നമുക്കത് വെച്ചാൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് ചെയ്ത് എഫക്റ്റ് ആണ് കിട്ടും. നിങ്ങൾക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ആവും. നമ്മളൊരു ട്രീറ്റ്മെന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതായത് ഭയങ്കരമായിട്ട് പിഗ്മെന്റഡ് ആണ്, നമ്മൾ എന്ത് കളിച്ചിട്ട് മാറുന്നില്ലാത്തൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഈ ഒരു മൈക്രോ പിഗ്മെന്റേഷനുള്ള പ്രോസസ്സിലേക്ക് കടക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞ കാര്യം യൂസ്ഫുൾ ആയിരുന്നു വരുന്നു. നിങ്ങൾക്ക് ഇതേപോലെ പിഗ്മെന്റഡ് ആണ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ.